പേരാരാണ്? പ്രേയർ പ്രയർ വിനീതി ആയിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പറയാം മാം. Dear God, thank you for giving us this day to learn and to share the gift of knowledge everywhere. Guide us that we may always be humble, obedient, and kind. May our heart and minds grow in love and unity, and may we spend each hour of this day beautiful day purposefully under your ever-loving care. Thank you. Okay. Thought of the day. Thought of the day. പറയട്ടെ. I am Tahsina. All our dreams can come true if we have the courage to pursue them. Walt Disney. തഹ്സീന പുതിയ സ്റ്റുഡന്റ് ആണോ? ഞാൻ ലൈവ് ക്ലാസ് കയറാറില്ല. ഇപ്പൊ എനിക്ക് ഇവിടെ ലീവ് അതുകൊണ്ട് കയറുന്നത്. Okay. Then signing. Signing ഉണ്ട് വരും. Good afternoon all. Today I am presenting a small action song. One finger, tap, tap, tap. Two finger, cut, cut, cut. Three finger, band, band, band. Four finger, cross, cross, cross. Five finger, clap, clap, clap. Once again, good afternoon all. I am your Nisha signing today. First of all, I would like to welcome Adira Miss today's class. Then I would like to welcome today attending the live class today. Thank you. Okay, thank you. Yes. മിസ്സിന് എന്ത് പറ്റി മിസ്സേ? എന്താണ് പറ്റിയതറിയില്ലടോ. ഒട്ടും വയ്യ, പനി വരാനോ ഒക്കെ ഒരു ശരീരമൊക്കെ വേദന, ഞാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നിങ്ങളുടെ സോറി നെക്സ്റ്റ് കോൺവൊക്കേഷൻ സെറിമണി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോഗ്രാമും റിഹേഴ്സലൊക്കെ ആയിരുന്നു. അപ്പൊ കുറച്ച് ദിവസമായിട്ട് അതിന്റെ പരിപാടിയിലായിരുന്നു. അതുകൊണ്ടാണ് വയ്യാത്ത. പിന്നെ പെട്ടെന്ന് നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിയില്ലേ, അതാണ് തോന്നുന്നു. ചെയറിൽ തന്നെ ഇരിക്കാൻ പറ്റുള്ള. നമ്മുടെ കാൽപാദം മുതൽ തല വരെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. നമ്മള് ആക്ടിവിറ്റി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നല്ലേ, ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ചെയ്തിരുന്നല്ലേ. കുറച്ച് പേരൊക്കെ അത് ചെയ്തു, നന്നായിട്ട് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, യെസ്, അത് ചെയ്യാത്തവരുണ്ടല്ലേ, കുറച്ച് പേര് ചെയ്യാറില്ലേ? ചെയ്യാത്തവരുണ്ട്, അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ്, അത് ഏത് മൊമെന്റ് ആണ്? ആ ഒരു മൊമെന്റ് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു? അത് ഏതൊരു ഇൻസിഡന്റ് ആണ്? അതിനെ പറ്റി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു 4 minutes വെച്ച് സംസാരിക്കും. ഏറ്റവും മോസ്റ്റ് ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള ഡേ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഏതാണ്? അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാം. മനസ്സിലായോ? മിസ് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഏറ്റവും ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേ, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ മോശമാക്കുന്ന ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ആ ഒരു ദിവസത്തെ കുറിച്ച് ഹാപ്പിയസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ ആ സാഡസ്റ്റ് മൊമെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവല്ലോ അല്ലേ? അതെങ്ങനെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, അതെങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു?
അതുമായി ബന്ധപ്പെട്ട്. മനസ്സിലായോ? ഇപ്പൊ ഒരാള് സംസാരിക്കുമ്പോ ബാക്കിയുള്ളവർ ആ ഇൻസിഡന്റ് എന്താണെന്ന് ആലോചിക്കുക. പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവിടെ എക്സ്പ്രസീവ് ആയിട്ട് പറയാൻ നോക്കുക കേട്ടോ. ഓക്കെ, കാര്യം മനസ്സിലായോ? മനസ്സിലായി. ടോപ്പിക്ക് മനസ്സിലാവാത്തവരും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. യെസ്, ഓക്കെ. ഞാൻ ഒരാളുടെ പേര് വിളിക്കട്ടെ. ആ ഒരു കുറച്ച് സമയം നിങ്ങളൊന്ന് ആലോചിക്കുക. അത് ഏതായിരുന്നു ആ ഒരു സംഭവം, അതെങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിനായി കുറച്ച് സമയം തരാം. മെന്റൽ ആക്ടിവിറ്റി ആണ്, ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. ഇപ്പൊ കയറിയവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ പറയാം. നമ്മളിപ്പോ ഇവിടെ ഒരു മെന്റൽ ആക്ടിവിറ്റി ചെയ്യാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും ഒരു ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരു സാഡസ്റ്റ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്നതിനെ പറ്റി എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എക്സ്പ്രസീവ് ആയിട്ട് സംസാരിക്കുക. ആ ഒരു മൊമെന്റിനെ പറ്റി. നമ്മൾ എന്നും ഹാപ്പിനെസ് മൊമെന്റ്സിനെ മാത്രമാണ് പറഞ്ഞത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലെ. അപ്പൊ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തു, എങ്ങനെ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നിങ്ങൾ അവിടെ സ്റ്റേബിൾ ആക്കി നിർത്തി എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിക്കാം കേട്ടോ. ഞാൻ ഒരാളെ വിളിക്കട്ടെ. റെഡിയാണോ? റെഡിയാണ് മിസ്സേ. ജീവിതത്തിൽ കുറെ ഉണ്ടായിട്ടുണ്ട്. അത് കുറെ ഫാമിലി ഇഷ്യൂ, അതൊന്നും പറയാന് താല്പര്യമില്ല. പിന്നെ ഞാനൊരു ദിവസം, അന്ന് ഞാൻ ചെറുതാണ്, 8ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കണം. ആ ടൈമില് ബസ്സിൽ പോവായിരുന്നു. അപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക്. ഞാനാണെങ്കിൽ എൻ്റെ കൂടെ വയസ്സായ എൻ്റെ ഉമ്മാന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. ട്രെയിൻ വന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. അപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി തിരക്കിയൊക്കെ നിൽക്കുന്നത്. അതില് എൻ്റെ ദേഹത്ത് എന്തോ ടച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഭയങ്കര തിരക്കല്ല, അത്ര ശ്രദ്ധിച്ചില്ല. അപ്പൊ പിന്നെ ബ്രസ്റ്റിന്റെ ആ ഭാഗത്ത് കൂടെ എന്തൊക്കെയേ വരുന്ന പോലെ ഞാൻ തോന്നിയപ്പം പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഒരു മിഡിൽ ഏജ് ആയിട്ടുണ്ടാവും. നല്ല ഓർമ്മ ഉണ്ട് ഇപ്പോഴും എനിക്ക് അയാളെ നോക്കാം. അപ്പൊ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ അയാളെ കൈ കണ്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ആദ്യം ഇങ്ങനെ ടച്ച് ചെയ്ത് പിന്നെ രണ്ടാമത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് അയാളെ കൈ കയറി പിടിച്ചിട്ട് അയാൾ അങ്ങനെ തള്ളി മാറ്റി. അപ്പത്തേക്കും കണ്ടക്ടറൊക്കെ വന്നിട്ട് എന്താ മോളെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അതിൽ ഇയാൾ ആവശ്യമില്ലാത്തടത്തൊക്കെ തൊടാൻ വരികയാണ്. അപ്പൊ എന്താ പറയണ്ടേന്നും കൂടി കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു. ആ ഒരു പ്രായമല്ലേ, അപ്പൊ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ തൊടുകയാണെന്ന് പറഞ്ഞു. അതില് മുമ്പത്തെ ചേച്ചിയും കണ്ടക്ടറും എല്ലാരും കൂടെ എന്റെ സൈഡിൽ നിന്നിട്ട് എന്താടാ താങ്കൾ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ലാസ്റ്റ് അയാൾ പിറ്റത്തെ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിപ്പോയി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്നുവെച്ചാ രണ്ടും ഒരുമിച്ച് വന്ന ടൈം നമുക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് എല്ലാവരും സപ്പോർട്ടും എല്ലാവരും അവിടെ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്കൊരു ഇതാവൂലേ. അപ്പൊ ഞാൻ പേടി ഉണ്ടായിരുന്ന ഉള്ളില്. പക്ഷെ എന്തോ പെട്ടെന്ന് എനിക്ക് ഷൗട്ട് ചെയ്യാൻ തോന്നി അയാളോട്.
ഓക്കെ, ആ ഒരു ധൈര്യം കിട്ടി അല്ലേ ആ ഒരു സമയം? ആ ഒരു ധൈര്യം കിട്ടി, ആ ഒരു ടൈമാണ്. ഓക്കെ, അതാണ് ശരിക്കും മറക്കാനാവാത്തൊരു സാഡസ്റ്റ് ഇൻസിഡന്റ് അല്ലേ? അതെ. ഓക്കെ, യെസ്. അതിനുശേഷം ആ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടായിരുന്നില്ലേ? അതെ, പിന്നെയും ബസ്സിൽ അതിലേക്ക് കയറുമ്പോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് മെന്റലി പിന്നെ ആ സംഭവം ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് മനസ്സിലായിരുന്നുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നമുക്ക് മെന്റലി അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടാവില്ല. ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, നമുക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളൊരിത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ അത് പോകും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? മാം പേര് വിളിക്കല്ലേ ചെയ്യുന്നേ? നെക്സ്റ്റ് നിഷ ബിനു. നിഷ. മിസ്സേ കേക്കാം. നിഷ പറയൂ. എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നത്, ഒരു ടീച്ചർ എന്ന നിലയിൽ മിസ്സിന് ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഒരു ടീച്ചറിൽ നിന്നുള്ള അനുഭവം എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന കാലഘട്ടത്തില് നമ്മൾ ഈ കൂട്ടുകാരൊക്കെ ഇരുന്ന് അങ്ങനെ വർത്താനം പറയരുതെന്നൊക്കെ പറയുമ്പോൾ പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമല്ലോ കമന്റ്സ് ഒക്കെ. ക്ലിയർ ആവുന്നുണ്ടോ മിസ്സേ? എനിക്ക് വൈഫൈ ഇല്ല, ഞാനിപ്പോ നെറ്റ് എടുത്തിട്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്, ബിജു എന്നാണ് സാറിന്റെ പേര്. സാർ എന്താക്കുക വെച്ചാല്, നമ്മൾ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ചിലവർ ഉമിനീര് ഇങ്ങനെ വായിൽ ഹോൾഡ് ചെയ്ത് വെച്ച് സംസാരിക്കുമല്ലോ. അപ്പൊ സാറ്, നമ്മൾക്ക് റൊട്ടേഷൻ ആണ് ബെഞ്ച്. അപ്പൊ സാറ് നമ്മളിങ്ങനെ ഫ്രണ്ട് ബെഞ്ചിൽ വരുമ്പോൾ സാറ് ഈ ഒരിക്കലും വായിൽ വെള്ളം, രണ്ട് സൈഡിലും തുപ്പൽ ഇങ്ങനെ ഇരിക്കും വർത്താനൊക്കെ പറയുമ്പോഴേ. സാർ അങ്ങനെ അവസാനമാണ് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞ് അവസാനം വരെ ആ തുപ്പൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഒക്കെ എഴുതി വെക്കും. സാറിന് എന്തെങ്കിലുമൊക്കെ തമാശയായിട്ട് കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒരു ബെഞ്ചിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം സാർ എന്റെ അങ്ങോട്ടിരിക്കുന്ന കൂട്ടുകാരനെ പിടിച്ച് അടിച്ചു. നിങ്ങൾക്ക് ഞാൻ ക്ലാസ്, ഒന്നാമത് ഇംഗ്ലീഷാണ്, ഭയങ്കര പാടാണ്, നമുക്ക് ഗ്രാമറും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, സാറിന്റെ പീരീഡ് ഉറക്കം വരും. അപ്പൊ ഈ കമന്റ് എഴുതി, അതൊക്കെയാണ് നമ്മളിങ്ങനെ ഉണർന്നിരിക്കുന്നത് തന്നെ ഈ കമന്റ് എഴുതി കൂടെ ഒക്കെയാ. അന്നേരം ഇങ്ങനെ പിടിച്ച് അടിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടിയെ എന്ത് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയാത്തതിനാണ് അടിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫീൽ ചെയ്തു. കൈ തിരിച്ചു പിടിച്ചാണ് സാർ അടിച്ചത്. നമ്മുടെ എന്താ പറയുക, ഉൾവശത്തല്ല, ഈ മേൽഭാഗത്താണ് അങ്ങനെ സാർ അടിക്കത്തുള്ളൂ. ആ സമയത്താണ് സ്കൂളിൽ ഒരു കുട്ടി, വയനാട്ടിലൊക്കെ ഭയങ്കര ആനശല്യമാണല്ലോ, ഞാൻ വയനാടാണ് പഠിച്ചത്. അപ്പം അവിടെ ഒരു കുട്ടീനെ അമ്മ ആന ഓടിച്ചു, ഭയങ്കര ബഹളം. കൊച്ച് അമ്മ രക്ഷിച്ചു കൊണ്ടുവന്ന കുറെ കഥകളൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ധീരതയ്ക്കുള്ള അവാർഡൊക്കെ കൊടുത്തായിരുന്നു രാഷ്ട്രപതിയെ നേരിട്ട്. അന്നേരം അത് ആ കേസൊക്കെ വന്നപ്പോ ഞാനാണ് കമന്റ് എഴുതിയത്, ആ ഷൈനിയുടെ അമ്മേനെ ഓടിച്ച ആനയെ ഈ സാറിനെ ഒന്ന് ഓടിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടെസ്റ്റിന്റെ ബാക്ക് സൈഡിൽ എഴുതി വെച്ചു. അത് പക്ഷെ ഒരിക്കലും സാറ് കണ്ടൂല, ഞങ്ങളെല്ലാരും കണ്ടു, അത് അവിടെ വെച്ചു. പിന്നെ അത് വെട്ടിക്കളയാനോ അല്ലെങ്കിൽ ആ പേപ്പർ ഒന്ന് കീറിക്കളയാനോ ഒന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് +1 എക്സാം നടക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സാമിനായിട്ട് ഈ +1 ആയതുകൊണ്ട് പുറത്തുനിന്ന് എക്സാമിനേഴ്സ് ഒന്നും വരുന്നില്ല. ഇവിടുത്തെ +2 ടീച്ചേഴ്സ്, ആ ടീച്ചർമാർ തന്നെയാണ് പുറത്ത്. അപ്പൊ ഇംഗ്ലീഷിന്റെ എക്സാം ആയിരുന്നു. അപ്പം ഈ സ്വപ്ന എന്ന് പറഞ്ഞ ടീച്ചറാണ് ഞങ്ങൾക്ക് ക്ലാസ്സിൽ വന്നത്. അപ്പൊ ഈ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്ത് വെക്കണമല്ലോ. ഞാൻ ഇംഗ്ലീഷിന്റെ പരിചയമാണ്, ഈ ടെസ്റ്റ് പുറത്ത് വെച്ചിട്ട് ഞാൻ പരീക്ഷ. അപ്പൊ ടീച്ചർ ഇങ്ങനെ കുറെ നേരം ക്ലാസ്സിൽ കൂടെ ഒക്കെ നടക്കുന്നു, അത് കഴിഞ്ഞ് വരാന്ത കൂടെ പോകുന്നു, പിന്നെയും ക്ലാസ്സിൽ വരുന്നു. അത് കഴിഞ്ഞ് കുറെ സമയം കഴിയുമ്പോൾ ടീച്ചർമാരെല്ലാം അപ്പുറ ക്ലാസ്സിൽ നിന്ന് ഇപ്പുറ ക്ലാസ്സിൽ നിന്ന് എല്ലാം കൂടെ കൂടി ഒരു ഞങ്ങളുടെ എന്താ പറയുക എക്സാം നടക്കുന്ന ഹോളിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇവര് പുസ്തകം വായിക്കുന്നു, ചിരിക്കുന്നു, കുറെ പേര് അങ്ങനെയൊക്കെ. അപ്പൊ ഇത് എന്തായിരിക്കും സംഭവം എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. പക്ഷെ എന്റെ ടെസ്റ്റ് ആണ് എടുത്ത് കൈ പിടിച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് എന്താണ് ഇവര് പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. അത് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം സ്വപ്ന ടീച്ചർ കൊണ്ട് ചോദിച്ചു, നിഷ എന്താണ് ഇംഗ്ലീഷ് ബുക്കിൽ കമന്റ് എഴുതി വെച്ചിരുന്നത് ബിജു സാറിനെ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം ഒന്നും എനിക്ക് പെട്ടെന്ന്, അത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞല്ലോ മിസ്, ഇങ്ങനെ ഒരു സംഭവം നമുക്ക് മനസ്സിലേ വരുന്നില്ല. അവിടെ മിസ് എന്നെ ഓഫീസ് റൂമിൽ അങ്ങോട്ട് വിളിപ്പിച്ച് ഇത് കാണിച്ചു തന്നു.
ഇതെന്താ? അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും മിസ്? ഒന്നും പറയാൻ പറ്റുന്നില്ല. ബിജു സാറിനെ ഞാൻ കളിയാക്കി പറഞ്ഞതാണോ, അത് എന്തിനാണ് എഴുതിയെന്നൊന്നും റീസൺ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരു അക്ഷരം പോലും ഞാൻ മിണ്ടിയില്ല. ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില് പ്ലസ് വണ്ണിന്റെ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അതിനിപ്പോ ഒരു മാസം പോലും വേണ്ടല്ലോ അന്ന് പ്ലസ് വൺ റിസൾട്ട് അറിയാൻ. ഞങ്ങൾ വലിയ കാര്യത്തിന് പോവാ. ആ ക്ലാസ് റിസൾട്ട് നോക്കാൻ ചെന്നപ്പം ഞാൻ മാത്രം ഫെയിലായി മിസ്സേ. ബാക്കി ഞാൻ ടോപ്പറൊന്നും അല്ല, എന്നാൽ ലോവറും അല്ല. അത്യാവശ്യം പഠിച്ച് ജയിച്ചു പോകുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ മാത്രം ഫെയിലായി. എന്താ സംഭവമെന്നോ എനിക്ക് അന്ന് കിട്ടി എന്താ പറയാ, ഒരു മറുപടി എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല, എനിക്ക് ആരോടും മിണ്ടാനും പറ്റുന്നില്ല. മെന്റലി ഭയങ്കര ഡിപ്രഷൻ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെക്കാളും പഠിക്കില്ലാത്ത കുട്ടികളും ഇഷ്ടംപോലെ വട്ടം വരാതെ നിന്നവരും എംപോസിഷൻ എഴുതിയവരും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അവരെ വരെ ജയിപ്പിച്ചു വിട്ടിട്ട് എന്നെ മാത്രം. പിന്നെ ഒരു ആൺകുട്ടി ഫെയിലായെന്ന് പറയാൻ പറ്റില്ല, അവൻ പകുതിക്ക് നിർത്തിപ്പോയത്. അവനെ പിന്നെ നമുക്ക് കണക്കുകൊണ്ട് ആവശ്യമില്ല. ഞാൻ മാത്രം ഫെയിലായി. എന്നിട്ട് വീട്ടിൽ വന്ന് എനിക്ക് പറയാൻ പറ്റും മിസ്, ഏതിലെങ്കിലും ഇറങ്ങി പോകാൻ പറ്റും? എന്റെ പൊന്നെ, അന്നത്തെ ഒരു അവസ്ഥ എനിക്ക് പറയാൻ വയ്യ. എന്നിട്ട് വീട്ടിൽ വന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഈ കമന്റിന്റെ പ്രശ്നമാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. എന്തുകൊണ്ടാണ് എന്നെ തോൽപ്പിച്ചതെന്നും എനിക്ക് അറിയത്തില്ല. ഇന്ന് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് വീട്ടിൽ വന്നു, മാമന്റെ അടുത്ത്, എന്റെ അമ്മ വീട്ടിൽ നിന്ന് വളർന്ന് മാമന്റെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പം പ്ലസ് ടുക്കാർക്ക് പിന്നെ ഒരു മാസം കഷ്ടി ലീവല്ലേ ഉള്ളൂ, ക്ലാസ് തുടങ്ങുക. എന്ത് വന്നാലും വേണ്ടില്ല, മാമൻ എന്നെ കൊണ്ട് പോയി. കാരണം നമ്മൾ തീരെ മോശം ഒരു സ്റ്റുഡന്റ് ആണ്, നീ പഠിക്കാത്തോണ്ടാന്ന് പറഞ്ഞ് നമ്മളെ മാമൻ വഴക്ക് പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ എന്നെക്കാളും പഠിക്കാത്ത പിള്ളേർ വരെ ജയിച്ചു പോകുമ്പോൾ എന്ത് റീസൺ അല്ലേ? ചെന്ന് കഴിയുമ്പോൾ സാറുമാരെല്ലാം കൂടെ കൂടി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ക്ലാസ്സില് പക്ഷെ ഞാൻ പഠിക്കില്ല എന്ന് തന്നെ കേട്ടോ അവർ ഇന്നും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പഠിക്കണ്ടായിരുന്നില്ല, ഇങ്ങനെ കമന്റ് എഴുത്തായിരുന്നു നിഷിക്ക് പണി, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. പക്ഷെ ഇതെല്ലാം വളരെ എല്ലാവരും ഒപ്പം തന്നെ ഞാനും ചെയ്തു പോകുന്ന സംഭവം മിസ്സേ. എന്നിട്ട് പിന്നെ എന്തോ ഒരു ആത്മാർത്ഥത തോന്നി. എന്നോട് സ്വപ്ന ടീച്ചർ തന്നെയാണ് പറഞ്ഞത്, നിഷ എന്തുകൊണ്ടാണ് ഒരു ഗുരുവിനെ പറ്റി അങ്ങനെ എഴുതി വെക്കാൻ പാടോ? ഞാൻ എഴുതി വെച്ച എന്താ, ഷൈനീനെ ഓടിച്ച ആന ഈ സാറിനെ ഒന്ന് ഓടിച്ചായിരുന്നെങ്കിൽ. പക്ഷെ അത് അന്നത്തെ എന്താ പറയാ, അത്രേ ഉള്ള ബോധമല്ലേ അന്നുള്ളൂ. അങ്ങനെ അങ്ങ് എഴുതി വെച്ചു പോയതാ. എന്നിട്ട് പ്ലസ് ടുവിന് തന്നെ ഇവര് ഇരുത്താൻ സമ്മതിക്കില്ല. പ്ലസ് വണ്ണിലെ പരീക്ഷ നിഷ എഴുതിയ എല്ലാ വിഷയം എഴുതി. പക്ഷെ നമ്മൾ ജയിക്കൂന്ന് പ്രതീക്ഷയുള്ള വിഷയങ്ങൾക്ക് പോലും ഞാൻ തോറ്റി. ഈ പ്ലസ് ടു സയൻസ് ആണ് എടുത്തത്, മാത്സ് ഒഴിവാക്കിക്കൊണ്ടാണ് എടുത്തത്. എന്നിട്ട് LSM എന്ന് പറഞ്ഞ സബ്ജക്ട് എനിക്ക് വളരെ ഈസി ആയിരുന്നു. അതിന് വരെ ഞാൻ തോറ്റു മിസ്. എനിക്ക് 80-ൽ 17 മാർക്ക്, 10 മാർക്ക്, ഇംഗ്ലീഷിന് എനിക്ക് 12 മാർക്ക്. എനിക്കതൊന്നും ഓർക്കാൻ വയ്യ ഇപ്പൊ. എന്നിട്ട് പിന്നെ മാമൻ സാറ് അത് നമുക്ക് ഊഹിക്കാലോ ടീച്ചറെ. ഞാൻ പറയട്ടെ, അത്രയും ലോവർ ആയിട്ടൊന്നും ഞാൻ എക്സാം എഴുതിയ ആളല്ല. ഇംഗ്ലീഷ് വേറെയല്ലേ നോക്കുന്നേ? എന്നിട്ട് പ്ലസ് ടുവിന് ഞാൻ കയ്യെ കാലെ പിടിച്ച് ഇവര് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു, എഴുതാന്നൊക്കെ സമ്മതിച്ച് വന്ന്. പിന്നെ എന്തോ സ്വപ്ന ടീച്ചർ തന്നെ ഇടപെട്ടാന്ന് തോന്നുന്നു. ഞാൻ പ്ലസ് ടുവിന് ഇരുന്ന് എനിക്കൊരു വാശിയായിരുന്നു മിസ്സേ, ഞാൻ പഠിച്ച് പാസ്സാവണമെന്ന്. പ്ലസ് ടുവിന് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ, പക്ഷെ വാല്യുവേഷൻ ഇവരെ അല്ലാത്തത് കൊണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പ്ലസ് ടു പാസ്സായത് എനിക്ക് ഒരു അഭിമാനമാണ്. പക്ഷെ പ്ലസ് വണ്ണിൽ എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. കാരണം ഒരു കമന്റ് എഴുതി ടീച്ചറിനോട് ആദ്യം ഞാൻ സോറി പറയാ. കാരണം ടീച്ചർമാരെ നമ്മൾ അങ്ങനെ നിന്ദിച്ചതല്ല, ഞങ്ങളെ സാറ് ഒരു വല്ലാത്തൊരു, നമുക്ക് പഠിപ്പിനൊരു ടീച്ചർമാർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, പഠിക്കുന്നവരെ മാത്രം എല്ലാ കാര്യത്തിനും പങ്കെടുപ്പിക്കുക, അവരെ മാത്രം ആൻസർ ചോദിക്കുക, അവരെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹ ടീച്ചേഴ്സും ഉണ്ടല്ലോ. ശരി, അതാണ് നിശ്ചയുടെ ഒരു നെഗറ്റീവ് മൊമെന്റ് അല്ലേ? ഇനി അടുത്തത് ഹഫീസ. ദിവ്യ സിനോജ്. ദിവ്യ ജിന്ന റിജേഷ്. ജിന്ന ഷാരിബ. ആരും വിളിച്ചിട്ട് വിളിയേക്കുന്നില്ലല്ലോ. ഇതാമോൾ. മിസ്സേ, പറയൂ ഹിന്ദ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അല്ലേ പറയണ്ടേ? നെഗറ്റീവ് മൊമെന്റ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? നെഗറ്റീവ് ആയിട്ടുള്ളത് സമയം വേണമെങ്കിൽ പിന്നെ പറയാം കേട്ടോ. ചിലു.
ചിലു എന്തോ ഞാൻ പറയാവേ. ചിലരെ വിളിക്കുമ്പോ എനിക്ക് പൂച്ചിട്ടിനെ കുറിക്കുന്ന പോലെ തോന്നും. എന്റെ പേര് പറഞ്ഞായിരിക്കും. ആ പേര് അത് വിളിക്കാനും സുഖമല്ലേ മിസ്സേ ഞാൻ പറയാവേ. ഞാൻ ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണേ. അതായത് എന്റെ വീടിന്റെ തൊട്ട് താഴെ കനാല. അപ്പൊ എപ്പോഴും സ്കൂള് വിട്ട് വന്നു കഴിയുമ്പോ ഞങ്ങള് കുളിക്കാൻ വേണ്ടി പോകും, കനാലിൽ കുളിക്കാൻ വേണ്ടി പോകും. അപ്പൊ എന്നോട് എപ്പോഴും പപ്പ പറയാറുണ്ട്, വൈകുന്നേരം സമയത്ത് സ്കൂള് വിട്ട് വരുമ്പോ 3:30 ആവൂലോ. അപ്പൊ എന്നോട് പറയും 5 മണിക്ക് മുന്നേ കുളിയും കഴിഞ്ഞ് കേറിക്കോണം എന്ന് പറയും. പപ്പ അങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ കൂടി എന്നും അതെ 4 മണി കഴിയുമ്പോഴേ കുളിക്കാൻ പോകത്തുള്ളൂ. അപ്പൊ നമ്മുടെ നമ്മുടെ ആ സൈഡ് ഫുള്ളും പറമ്പുകളാ, ആരുമില്ല. അവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കൊറവൻ വാസു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. ഞങ്ങള് കളിയാക്കി വിളിക്കുന്ന ഒരാള് ഭയങ്കര മോശക്കാരനാണ്. ഞങ്ങൾ തുണി അലക്കുന്ന ഒച്ച കേട്ട അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അങ്ങേ ഒരു കടവുണ്ട്, കടവിന്റെ അവിടെ പോയിരിക്കും എന്നും. അതെ, എന്നിട്ട് ഇങ്ങനെ വായു നമുക്കൊന്നും നല്ലപോലെ ഒന്ന് ഊതി പിഴിയാനോ ഒന്നും പറ്റത്തില്ല. ഇയാൾ ഇങ്ങനെ വായും വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ സ്ഥിരമാണ് എന്നും. അതെ, ഒരു ദിവസം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, എടി കൊച്ചേ തന്നെ ഉള്ളൂ, നീ പോണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് പോ അമ്മ, ആരും പിടിച്ചോണ്ട് പോകത്തൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, വല്ലതും പറ്റി കഴിഞ്ഞിട്ട് എന്നോട് മിണ്ടി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ കാണാൻ പാടില്ലേ? ഈ ഞങ്ങളുടെ വാർക്കയുടെ മുകളിൽ കയറിയ കാണാൻ പറ്റും, കടമൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട അമ്മ, ഞാൻ എന്നാ പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, എന്തായാലും തുണി അലക്കാൻ പോവല്ലേ, എന്റെയും കൂടെ തുണിയുണ്ട്, നീ അലക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതും കൂടെ എടുത്ത് അലക്കാൻ വേണ്ടി പോവാ, തന്നെ ഉള്ളൂ. ഒരു 5 മണി ആയിട്ടുണ്ടാവും. ഞാൻ അലക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾ അങ്ങേ കടവിൽ വന്നിരുന്നപ്പോ എനിക്ക് ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ട്. ഞാൻ മൈൻഡ് ഒന്നും ആക്കിയില്ല, എന്റെ പരിപാടികൾ കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ കുളിച്ചില്ല, തുണി അലക്കി അവിടെ വെച്ച്. തുണി അലക്കി ഞാൻ ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഊതി പിഴിയൂലോ, പിഴുതുകൊണ്ടിരുന്ന സമയത്ത് ഇയാളും മുണ്ട് ഊരി കാണിക്കണു. ഞാൻ സത്യം പറഞ്ഞ ഞാൻ പേടിച്ചു. എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്റെ കയ്യും കാലും കിടന്ന് വിറയ്ക്കുവാ. ഞാൻ അവിടെ ഇട്ടിട്ട് അമ്മേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി. ടീച്ചറിന് ചിരി വരും. എല്ലാരും ഞാൻ ഈ കാര്യം എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് ഭയങ്കരമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ എന്നാ ചെയ്യേണ്ടത്. ദൈവമേ, ഞാൻ കിടന്നോണ്ട് ഓട്ട. വീട്ടിൽ വന്നിട്ട് വാ കുളിച്ചിരിക്കുവാൻ ഞാൻ. എന്നിട്ട് എന്നോട് അമ്മ വെച്ച്, എന്നാ പറ്റിയേ? നമ്മൾ ഒന്നുമില്ല, വല്ലതും പറയാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ എന്റെ അനിയത്തിയോട് പറഞ്ഞു, എടി ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, നിന്റെ മനസ്സിൽ വെച്ചാ മതി എന്ന് പറഞ്ഞു. എനിക്ക് അമ്മോട് പറയാൻ പേടിയാ. പപ്പ ഒന്നാമതേ വാർണിംഗ് തന്നിട്ടുണ്ട്, പോയേക്കൽ എന്നുള്ള കാര്യം. എന്നിട്ട് ഞാൻ അനിയത്തിയോട് പറഞ്ഞു, ഈ പെണ്ണിനോട് ഒരു കാര്യം പറയില്ലെന്ന് പറഞ്ഞാൽ അവള് പറയും. അത് അങ്ങനത്തെ സാധന. ഇവള് ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയെ ചിലു തുണി കഴിക്കണ സമയത്ത് ആ ചേട്ടൻ തുണി ഊരി കാണിച്ചു അമ്മയെന്ന് പറഞ്ഞോണ്ട്. അപ്പത്തേനും ഞാൻ കിടന്നോണ്ട് ഇങ്ങനെ വേർത്തോണ്ടിരുന്ന സമയത്ത് അമ്മ ചോദിച്ചു, നിന്നോട് മര്യാദക്ക് പറഞ്ഞല്ലേ, പോവല്ലെന്ന് പറഞ്ഞല്ലേ, ഇങ്ങനെ നിന്നാ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് വേഗം പപ്പേനെ വിളിച്ചു വരുത്തി. പപ്പേനെയും പേരപ്പനെയും വിളിച്ചു. എന്നിട്ട് പപ്പയും പേരപ്പനും കൂടെ കൂടി ആ പുള്ളിക്കാരന്റെ വീട്ടിൽ പോയി. പുള്ളിക്കാരന്റെ വീട്ടിൽ പോയിരുന്നു, മോൻ എന്തെങ്കിലും സൂക്കേടുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് തീർത്തോണം. മറ്റേ പെണ്ണുങ്ങൾ ആരെങ്കിലും തുണി അലക്കാൻ വന്നാൽ ഉള്ള സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് ഊരി കാണിക്കുമല്ലോ ചെയ്യണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ അനുഭവിച്ച, എനിക്ക് എന്നാ മിസ്സേ പറയുന്ന അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തെ ഒരു വെപ്രാളാണ് ഇപ്പൊ ശരിക്കും എനിക്ക് പറയാൻ തോന്നുന്നേ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കഴിഞ്ഞ ദിവസം മറ്റേ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ള മൊമെന്റ് നമ്മള് അന്ന് ഭയങ്കര ഇമോഷണൽ ആയി ക്ലാസ്സിൽ എല്ലാവരും അല്ലെ, ഭയങ്കര വിഷമമായിരുന്നു നമുക്ക് പറഞ്ഞതിന്. ഇപ്പൊ ഏറ്റവും ചിരിക്കാൻ പറ്റുന്നില്ലേ? അയ്യോ, പക്ഷെ മിസ്സേ ഞാൻ ഒരാഴ്ചത്തേക്ക് അത് കഴിഞ്ഞു. എനിക്ക് പിന്നെ ഭയങ്കര പനിയായി. രാത്രിയൊക്കെ ഞാൻ എഴുന്നേറ്റ് കിടന്ന് കരച്ചിലായിരുന്നു. ചിരിക്കണ്ട. എന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഹസ്ബൻഡ് നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും വേറെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ പെൺകുട്ടികളും ഇതേപോലെ ഒരു ഇൻസിഡന്റിൽ കടന്നു പോയിട്ടുണ്ടാവും. മിക്ക പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് അല്ലെ? പക്ഷെ മിസ്സേ സത്യത്തില് കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഇവിടെ ദുബായിലായിരുന്നു. മിസ് ചിരിക്കണ്ട. ഞാൻ ഇങ്ങനെ ഇത് ഒന്നാമത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. പ്രീ മാരേജ് കോഴ്സ് എല്ലാം ഉണ്ട്. ചിലു ഇൻസിഡന്റ് കേട്ടിട്ടല്ല ചിരിക്കുന്നത്. ചിലു പറയണേണ്ട ഒരു ഇത് വെച്ചിട്ട് ചിരിക്കുന്നത്.
എന്നിട്ട് എന്റെ മിസ്സെ പ്രീ മാരേജ് കോഴ്സിന് പോവാ. പ്രീ മാരേജ് കോഴ്സിന് പോയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കൗൺസിലിംഗ് വേണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഈ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലാടോ എന്ന് പറഞ്ഞു. എന്നെ വിട്ടു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ട്, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, ഞാൻ എങ്ങനെയൊക്കെയാ പിടിച്ചു നിന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഓക്കെ ഓക്കെ. സാറാണ് സാറാണ് ആൻമരിയ ഉണ്ടോ? ആൻമരിയ? ഉണ്ട് മിസ്സേ. ആൻമരിയ പറയൂ. എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്ന ടൈമില് ഞങ്ങള് ആ ഇടയ്ക്ക് കാർ വാങ്ങിച്ചത്. കേൾക്കുന്നുണ്ടോ മിസ്? എനിക്ക് അറിയത്തില്ല, റേഞ്ചിന് ഇഷ്യൂ ഉണ്ട് ഇവിടെ. കേൾക്കാം. ആ സമയത്ത് കാറ് വാങ്ങിച്ചത്. അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡിന് ഭയങ്കര ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒരു പൊടി പോലും പറ്റരുത്, പുതിയ വണ്ടിയും കൂടെ ആയതുകൊണ്ടായിരിക്കും ആൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെക്കാട്ടിലും സ്നേഹം ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് വണ്ടികളോടായിരിക്കുമല്ലോ. അങ്ങനെ ഊടുക്കത്തെ ഭയങ്കര ഇങ്ങനെ പൊടി പോലും പറ്റരുത് അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയപ്പോ അവിടെ വണ്ടി ഇല്ലായിരുന്നു. അപ്പൊ കാറും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് ഒരു തവണ എൻ്റെ ബ്രദർ എടുത്തതാണ്. വണ്ടി എടുത്തു, വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. പ്രഗ്നന്റ് കൂടി അല്ലേ, ഇത് ഹസ്ബൻഡ് അറിഞ്ഞിട്ടുണ്ട്, എന്നെ ഇപ്പൊ ഡിവോഴ്സ് ചെയ്യുമോ എന്ത് ചെയ്യുമോ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല. അതായത് എല്ലാരും പറഞ്ഞു നീ ഇപ്പൊ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 8 മാസം എങ്ങാണ്ടായിട്ടിരിക്കുക. അപ്പൊ കൊച്ചിനെ എന്നെ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചിനെ എന്നെ പറ്റിയാലും കൊച്ചിനെക്കാട്ടിലും കൂടുതൽ കാറിനെ ആയിരിക്കും എന്റെ കെട്ടിയോൻ സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിടന്ന് കരഞ്ഞോണ്ടേയിരിക്കാം. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമായിരുന്നു ഹോസ്പിറ്റലിൽ ചെക്കിങ്ങിന് പോണ്ടേ. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു നീ ഇതിപ്പോ പറയുമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കാറിന്റെ ഒരു ഇതല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, കാശ് കൊടുത്താൽ ശരിയാവുന്ന കാര്യം. പക്ഷെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാനിങ്ങനെ ഭയങ്കര സാഡായിട്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവര് സ്കാൻ ചെയ്യൂലോ, സ്കാൻ ചെയ്യുമ്പോ ഇത് കിട്ടുന്നില്ല, കൊച്ചിന്റെ അനക്കം ഒന്നും കിട്ടുന്നില്ല, കൊച്ചിനെ അനക്കവേ ഇല്ല. എന്നിട്ട് പിന്നെ കുറെ നേരം നടത്തിച്ചു, പെരക്കി, അങ്ങനെയൊക്കെ നോക്കി, എന്നിട്ട് ഒന്നും അനക്കം കിട്ടുന്നില്ല. ലാസ്റ്റ് സിസ്റ്റേഴ്സിന്റെ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അതിലൊരു സിസ്റ്റർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ സങ്കടമായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ സിസ്റ്ററോട് ഇങ്ങനെ കരഞ്ഞോണ്ട് കാര്യം പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു അത് നമുക്ക് എങ്ങനെ വേണേലും പരിഹരിക്കാം, ഇപ്പൊ ഒരു 2 മാസത്തേക്ക് ഞാനായിട്ട് തന്നെ ശ്രമിക്കണം, എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാനായിട്ട് തന്നെ ശ്രമിക്കണം, കുഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അതൊക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനത്തെ കാറിന്റെ കാര്യം ഒന്നും പറയാൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ ഇങ്ങനെ എനിക്ക് പറയാതെ ഇരിക്കുമ്പോ എന്തോ പോലെ, ഇനി എങ്ങാനും വേറെ രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ആവൂലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത് ഭയങ്കരമായിട്ട് എനിക്ക് ആ സമയം എന്നെ അഫക്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് ഇതുപോലെ ഒന്നല്ലേ ഫുൾ ടൈം ഇരുന്ന് കരയുന്നു, പിറക്കുന്നു, ഒന്നും കഴിക്കുന്നില്ല, രാത്രിയിൽ അലാറം വെച്ചിരുന്ന് കരയുന്നു, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ അവസ്ഥ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു നിനക്ക് എന്നതാ വട്ടാണോ, കാറ് പോട്ടെ, കാറ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കാം, നീയും കൊച്ചും പോയിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യാതെ അവിടെ പോയി ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് എന്തോ ഭയങ്കരമായിട്ടും ആ ഒരു ടൈമാണ് ഞാനൊരു ഇങ്ങനെ എന്താ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, എന്തോ ഭയങ്കര ഒരു സപ്പോർട്ടീവ് ഓക്കെ ഫീല്. ഐ നോ. ഓക്കെ ആൻമരിയ. മാം നെക്സ്റ്റ് ഞാൻ പറയാം, എന്റെ നെറ്റ് പ്രോബ്ലം ആദിത്യ കൊണ്ടാ വരാൻ പറ്റുന്നത്. തോന്നി. ഇത് ഓക്കെ പറഞ്ഞോളൂ. എനിക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ദിവസമാണ്. എന്താന്ന് വെച്ചാൽ നമുക്കൊരു കാര്യത്തിനോട് കൂടുതൽ പ്രതികരിക്കാൻ പറ്റാണ്ടാണ് കുറെ ഇറിറ്റേറ്റബിൾ ആയത് അന്ന് ഞാൻ. അന്നത്തെ ഒരു ദിവസം ഫുൾ അങ്ങനെയായിരുന്നു എന്നെ. എന്റെ മോന് 1.5 വയസ്സുള്ള സമയത്ത് ആള് മൂക്കിലൊരു ബട്ടൺ ഇട്ടു, നമ്മളുടെ ഡ്രസ്സുമ്മ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു ബട്ടൺ. അപ്പൊ അത് ആൾ ഇട്ട് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. മുഴുവനായിട്ട് ആളാന്ന് 3 വയസ്സാവാറായി ശരിക്കും സംസാരിച്ചു തുടങ്ങിയപ്പോ. അപ്പോ ഞാൻ നോക്കിയപ്പോ അത് ചെറുതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ കുട്ടികളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ആക്കുമ്പോഴേക്കും ശ്വാസം വലിക്കുമ്പോ അത് ഉടനടി ഇങ്ങനെ കേറിക്കൊണ്ടേ ഇരിക്കുമല്ലോ.
അപ്പൊ ഞാനത് പതിയൊരു കത്രിക പോലത്തെ പ്ലക്കറൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു കത്രിക വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല, സ്ലിപ്പായി പോവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങോട്ട് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, മൊബൈല് ഒരു പാട്ട് വെച്ചുകൊടുത്തു ആൾക്ക് ഇഷ്ടമുള്ളത്, എന്നിട്ട് അവനെ കരയാണ്ട് നോക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി വെറുതെ ഇങ്ങനെ അവനെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തിട്ട് മൂക്കിലേക്ക് അങ്ങോട്ട് വിരലിട്ടു. ഞാൻ ഒരു കൈ പിടിച്ചിട്ട് മൂപ്പര് മൂക്കിലേക്ക് കൈ ഇടണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കായിരുന്നു. പിന്നെ ഞാൻ വേറൊരു പ്ലക്കർ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കൈ വിട്ടുപോയി എന്റെന്ന്. എന്നിട്ട് അവൻ ആ കൈ കൊണ്ട് മൂക്കിൽ വിരലിട്ടതോടുകൂടി അതങ്ങോട്ട് കേറിപ്പോയി. പിന്നെ എനിക്കത് കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. അപ്പൊ ആളെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞാൻ വേഗം കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ENT കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി ENTയുടെ അടുത്ത് എത്തിച്ചു. അപ്പൊ ENT നോക്കിയിട്ട് പറയാണ് ഇത് ഏത് കളറാന്ന്. നമ്മൾ ആ ടെൻഷന്റെ ഇടയിൽ ഏത് കളറാന്നൊന്നും നോക്കുന്നില്ലല്ലോ, എത്ര സൈസ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയില്ല, ഒരു അത്യാവശ്യം സാറിന്റെ ഇട്ട ഷർട്ടിന്റെ ബട്ടന്റെ അത്രയും വലിപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഇത് ഗോൾഡൻ കളർ ആണല്ലോ, താങ്കൾ വൈറ്റ്. ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു കളറാന്ന് പറഞ്ഞു. അപ്പൊ ആള് എന്നോട് തർക്കിക്കാൻ നിൽക്കാൻ നേരത്തെ കളർ ഏതാന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ മൂക്കിലിരിക്കേണ്ട ഏത് കളറായാലും അത് എടുക്കാന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കേണ്ടേ. അപ്പോ നമുക്കത് കേട്ടപ്പോ സാർ എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഒരു 250 റിയാൽ അടയ്ക്കൂ, നമുക്കിത് കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കാണ്ട് ഇത് എടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവർക്കത് കാശാണ് പ്രധാനം വെച്ചിട്ട് എന്നോട് മുന്നിട്ട് സംസാരിക്കുന്നത്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ജനിക്കുമ്പോഴേ അവനൊരു ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് കുറച്ച് നാള് ഇൻക്യുബേറ്ററിലായിട്ടാണ് പിന്നെ ആള് പുറത്തേക്ക് വന്നത്. അപ്പൊ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ട് വല്ലാത്തത് അവന്റെ കാര്യത്തില്. അപ്പോ ഈ സമയത്ത് ഡോക്ടർ എന്നോട് പറയാണ് 250 റിയാൽ അടയ്ക്കൂ, ബാക്കിയുള്ളത് നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ വഴിയെ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു എന്താണ് ഈ പ്രൊസീജിയർ ചെയ്യാൻ പോണേന്ന് വെച്ചു. അപ്പൊ ആദ്യം അനസ്തേഷ്യ കൊടുക്കണം എന്ന് പറഞ്ഞു. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിയണം, കുട്ടി എത്ര ലിക്വിഡ് വെള്ളം കുടിച്ചു എന്നൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ആയി പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയില്ല, ഈ ടെൻഷന്റെ ഇടയിൽ ഞാൻ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഊണിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു. ഇത് നമ്മള് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന പോലെയാ തോന്നുന്നത്. ആർക്കായാലും മനസ്സിലാക്കാം ഒരു ടെൻഷന്റെ ഇടയിൽ ഒരു അമ്മയ്ക്ക് എന്തോരം കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ കൊച്ചിന്റെ കാര്യമായതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടിക്ക് എത്രയോ 8 മണിക്കൂർ കഴിയണമായിരുന്നു അത് 6 മണിക്കൂർ കഴിയണമായിരുന്നു മൂക്കിന്റെ ഉള്ളിൽ നിന്ന് അത് എടുക്കാൻ. എന്നിട്ട് കൊച്ചു ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഞാൻ മോർണിംഗ് പോയിട്ട് നൈറ്റ് ആവാറായി ഞാൻ ചെയ്യുമ്പോ കുട്ടിക്ക് അനസ്തേഷ്യ അവര് കൊടുത്ത് അനസ്തേഷ്യ കൊടുത്തിട്ടില്ല. അതിനു മുന്നേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തപ്പോ കുറെ നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മളെ അടുത്ത്. അത് കഴിഞ്ഞ് മോനെ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും എന്റെ നെഞ്ചാകെ പെടഞ്ഞു ആ ഒരു രൂപത്തില് കൊച്ചിനെ കണ്ടപ്പോ. അത് കഴിഞ്ഞ് ഞാന് പരമാവധി എങ്ങനെയെങ്കിലും അത് പുറത്ത് വെച്ചെന്ന് വെച്ചാൽ ഞാൻ ടവലിന്റെ തുമ്പൊക്കെ അവന്റെ മൂക്കിന്റെ ഇവിടെ വെച്ചു വെക്കാം. അപ്പൊ എങ്ങനെയെങ്കിലും അവൻ തുമ്മിക്കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് പോരട്ടെ എന്ന് വെച്ചിട്ട്. ആ സമയത്ത് കൊച്ചിനെ ഉറക്കാൻ പാടില്ല, കൊച്ചിന് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. 1.5 വയസ്സാകുമ്പോ ആ കൊച്ചിനെ പാല് കുടിക്കാൻ ഇതിനൊക്കെ തോന്നുമല്ലോ. കൊച്ചിന് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കൊച്ചിനെ നമ്മൾ കരയാണ്ട് മാനേജ് ചെയ്യണം, ഭയങ്കര ടാസ്ക് ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. ഹസ്ബൻഡ് എന്നിട്ട് മൂത്ത ആളെ നോക്കിക്കൊണ്ടിരിക്കുക, അവൾക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ടുള്ളപ്പോ. എന്നിട്ട് ഞാൻ കുറെ നേരത്തെ പരിശ്രമത്തിന്റെ ഇടയിൽ ആ ബട്ടൺ ഒരു സ്വല്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ ഓടിച്ചെന്ന്, എനിക്ക് എന്തോ ഒരു ശ്വാസം വീണ പോലെയായിരുന്നു ആ നേരത്തെ. ഞാൻ ഓടിക്കൊണ്ടുപോയി സിസ്റ്ററിന്റെ റൂമിൽ കൊണ്ടുചെന്ന് സിസ്റ്ററെ ദേ ബട്ടൺ കുറേശ്ശെ കാണുന്നുണ്ട്. ഞാൻ അപ്പൊ ഡോക്ടറെ ഫോൺ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു ഇന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മള് വിചാരിക്കുന്നത് ഡോക്ടർമാരൊക്കെ ഒരു പേഷ്യന്റിന് വേണ്ടി സർവീസ് ചെയ്യുന്നവരാ, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരോ, ഒരു ജീവൻ രക്ഷിക്കാൻ വരുന്നവരാണ്. പക്ഷെ അന്നത്തോടുകൂടി എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഡോക്ടർ വന്നില്ല. ഡോക്ടറെ ഓൺ ടൈമില്ല. അതന്നെ ഡോക്ടർ ഞങ്ങളെ വിളിപ്പിക്കുകയും ഒന്നും ചെയ്തില്ല. ഡോക്ടർ നേരെ വേറെ പ്രൊസീജിയർ റൂമിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ പിന്നാലെ ഓടിച്ചെന്നു പ്രൊസീജിയർ റൂമിലേക്ക്. നമുക്ക് നോ എൻട്രിയാ. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഡോക്ടറെ പിന്നാലെ ഓടിച്ചെന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ നേരത്തെ കണ്ടേലും പുറത്തും കൂടി ഒരു പ്ലക്കർ ഉണ്ടെങ്കിൽ വലിക്കാവുന്ന അത്രയായിട്ടുണ്ട് ഡോക്ടറിന്. പക്ഷെ നമ്മളെ കൊണ്ട് അവർ തൊടിയിക്കില്ലല്ലോ, അവരുടെ കയ്യിലായിപ്പോയി ഇനി കുട്ടി. ഇനി ഇപ്പൊ നമുക്കൊന്നും ചെയ്തു കഴിഞ്ഞാൽ പറ്റില്ല. എന്നിട്ട് ഡോക്ടർ പുറത്ത് നിൽക്കൂന്ന് പറഞ്ഞു. ഞാൻ പുറത്തു പോയി നിന്നു.
സിസ്റ്റർ എന്നെ വിളിപ്പിച്ചു ഡോക്ടർ റൂമിൽ കയറ്റിയപ്പോ. ഡോക്ടർ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. കുട്ടിക്ക് മൂക്കിന് ശരിയാണ് കുറച്ച് കാണുന്നില്ല, അതൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ കുട്ടിയുടെ ലങ്സിൽ അത് പോവും. ലങ്സിൽ അത് പോയാൽ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാലോ. പിന്നെ ഓപ്പൺ സർജറി വേണം. നിങ്ങളുടെ കയ്യിലാണ് കുട്ടിയുടെ ജീവൻ ഇരിക്കുന്നത്. നിങ്ങൾ ഓപ്പറേഷൻ വേണോ വേണ്ടേന്ന് തീരുമാനിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലക്കർ എടുത്ത് ഞാൻ തരാം, നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്നെ എത്രത്തോളം മാനസികമായിട്ട് പീഡിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഡോക്ടർ എന്നെ അന്ന് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ പ്ലക്കർ ഇട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഡോക്ടർക്ക്, എനിക്കൊരു ഇൻസ്ട്രക്ഷൻ തരാൻ പറ്റുമോ, ഞാൻ എടുത്തോണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ അപ്പോഴും എനിക്കത് തരില്ല. ഡോക്ടർ പിന്നെ എന്നെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ സംഭവിക്കും, അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്നിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് പോയി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു പൈസ പോയാലും വേണ്ടില്ല, ശരി അവരെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും ചെറിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, അത് കിട്ടുന്നതാ. പക്ഷെ അവിടെ എനിക്ക് തർക്കിക്കാൻ പറ്റില്ല. എന്റെ കൊച്ച് അവരെ കയ്യിലായി, അവരുടെ റൂമിലായി പോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡോക്ടർ എന്നിട്ട് അനസ്തേഷ്യ ചെയ്തു. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് അവനെ റൂമിൽ കൊണ്ടുവന്നു, ബട്ടൺ എടുത്തു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഉറപ്പാണ് അവര് എന്താ ട്യൂബ് ഉള്ളിൽ കൂടെ ഇട്ടിട്ടാണ് ബട്ടൺ എടുക്കുന്നത് പറയുന്നത്, പ്ലക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇവര് ട്യൂബ് ഉള്ളിൽ കൂടെ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ കുട്ടി റൂമിൽ കയറ്റി. അവരും പ്ലക്കർ കൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ അവർക്ക് 250 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ നമ്മളൊരു 40,000 സംതിങ് രൂപയുണ്ടായിരിക്കും. അപ്പം അത്രയും രൂപയായിരുന്നു അന്ന് അവരുടെ ലക്ഷ്യം. അത് എന്നെ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അന്യായം കണ്ടാലും അപ്പൊ പ്രതികരിക്കുന്ന ആളാ. പക്ഷെ നമ്മളുടെ കൊച്ചിന്റെ ജീവൻ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ദിവസം എനിക്ക് ഇന്നും ഭയങ്കര ഇറിറ്റേറ്റബിൾ ആണ്. ആ ഹോസ്പിറ്റലിൽ കുട്ടികളെ കാണിക്കാൻ പോക്കെന്നെ പിന്നെ ഞാൻ നിർത്തി. അവിടെ ആകെ കൂടി ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ട് നല്ലത്, ആളെ മാത്രം കാണിക്കും. അതാണ് എനിക്ക് ലൈഫിൽ മോസ്റ്റ് ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള ദിവസം. ഭയങ്കര ഇൻസിഡന്റ് ആയിരുന്നു അല്ലേ? അതെ അതെ. നമുക്ക് അത് പിക്ചറൈസ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് പോയത് ബുക്കില് ബട്ടൺസ് പോയതൊക്കെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പറയുമ്പോ. ഓക്കെ, കുട്ടികളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊക്കെ ശ്രദ്ധിച്ചാലും എന്തെങ്കിലുമൊക്കെ പറ്റാനുള്ളത് എന്തായാലും പറ്റുമല്ലേ? വേറെ കാര്യം. പിന്നെ ആള് ഒരു സാധനം തൊടില്ല, അവന് തന്നെ ഒരു പേടിയായി മാറി. അതാണ്. ദുസ്മോള് പറഞ്ഞാണോ? ദുസ്മോൾ ഞാൻ പറഞ്ഞു മിസ്സേ. പിന്നെ ആരാണ്? ഞാൻ പേര് വിളിച്ച കുറച്ച് പേരെ കേൾക്കുള്ളൂ. ഷാരിബ. ശാരിബ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയാവുമ്പോഴുള്ളത് ഞാൻ പറയാം. നന്ന ചെറുത് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എനിക്ക് പറയാൻ പറ്റുമോന്ന് പോലും എനിക്കറിയില്ല. വളരെ കുഞ്ഞെന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഇപ്പൊ ഒരു 6 വയസ്സ് അത്ര ആയിട്ടുണ്ടാവുള്ളൂ. അത് എനിക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിട്ട് നിൽക്കും. എൻ്റെ ഒരു കസിന്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെയുള്ള ഒരു ബോയ് എന്നോട് ചെയ്തൊരു ഇതാണ്. അപ്പൊ ഇതില് ആരൊക്കെ ഉണ്ട് എന്താന്നൊന്നും എനിക്കറിയില്ല, കേൾക്കുന്നവരൊക്കെ മറന്നു കളയണേ. അപ്പൊ അല്ല അത്രത്തോളൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും എനിക്ക് അവരെ കാണുമ്പോ എനിക്ക് എന്തോ അടുത്തിടപഴകാനും ഒക്കെ ഒരു മടിയാണ്. എന്തോ ആരും അറിയത്തൊന്നുമില്ല. പക്ഷെ ഞാൻ അന്ന് എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ ആ ഒരു പ്രതികരണ ശേഷി കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാന് ചെറിയ കുഞ്ഞായിരിക്കും, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്രത്തോളം എൻ്റെ മനസ്സിൽ എനിക്ക് വിഷമമായിട്ടുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഭയങ്കരമായിട്ട്. ഞാന് ഉമ്മന്റെ കൂടെ അവിടെ പോയ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അവരും ആ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് TV വെച്ച് തരും. അവിടെ ചെന്നിട്ടാണെങ്കിൽ പെറ്റ് കാർട്ടൂൺസ് ഒക്കെ ഇഷ്ടപ്പെട്ട ടൈമാണല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് എന്നെ ഇവര് കിച്ചണിൽ സംസാരിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ TV വെച്ച് തരാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടും പോയിട്ട് പിന്നെ പലതും പറഞ്ഞ് റൂമിലേക്കാണ് കൊണ്ടുപോയത്.
പക്ഷെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആർത്തു കരഞ്ഞു വിളിച്ചു. എന്താ സംഭവം എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോഴാണ് കുറച്ച് വലിപ്പം വെച്ച് വലിയ കുട്ടി ആയവരാണ് ഞാൻ അതിന്റെ പൊരുൾ മനസ്സിലാക്കുന്നത്. അവനന്ന് വലുതായിരുന്നു, ഞാൻ ചെറുതായിരുന്നു. എനിക്ക് ഒട്ടും അറിയത്തില്ലെങ്കിലും ആ സമയത്ത് ഞാൻ അധികമായിട്ട് കരഞ്ഞു വിളിച്ച് ആർത്ത് വിളിച്ചു. പക്ഷെ അവര് ചോദിച്ചപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. അവര് ഉമ്മയും അവരുടെ ഉമ്മയും ഓടി വന്ന് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വേറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അന്ന് എനിക്ക് എന്താ അങ്ങനെ പറയാൻ തോന്നിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എന്റെ ബുദ്ധിയിൽ ഇങ്ങനെ ആർത്ത് വിളിച്ചു കരഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. അവരായിട്ട് ഞാൻ സംസാരിക്കാറുമില്ല, കൂട്ടുവിടാറുമില്ല. പിന്നെ കൊറേ കഴിഞ്ഞ് എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടി ആയേറി എനിക്ക് എന്താന്ന് അറിയുന്നില്ല. എനിക്ക് സംസാരിക്കാനോ കമ്പനി കൂടാനോ ഒന്നും പറ്റൂല. അത് അവർക്കും അറിയാം, എനിക്കും അറിയാം. അത്രേ ഉള്ളൂ. അത് എനിക്ക് ഭയങ്കര എനിക്ക് ഇപ്പോഴും ചില സമയങ്ങളില് ഓരോ കുഞ്ഞു മക്കളെ കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ എനിക്ക് എപ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഒരു ഇപ്പോഴും കൈ കാല് വിറയ്ക്കും ആലോചിക്കുമ്പോ. അത്രേ ഉള്ളൂ. ഓക്കെ ഷാരിബ, മനസ്സിലായി. ബിരിയാണി വേറെ പാത്രത്തേക്ക് ആക്കിയേക്കാൻ പറഞ്ഞീണ്. റസീന, ആവണി രാജ്, സ്മിതയാണോ? ആവണി രാജ്. ഹലോ, റാണി. റാണിയാ? ഉഷാറാണി. വാണി. പറയൂ. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മള് വീട്ടില് PG ആയിട്ടായിരുന്നു നിന്നത്. അപ്പൊ ചെന്നൈ എയർപോർട്ടിൽ ഒരു എഞ്ചിനീയറിന്റെ വീട്ടിലാണ് നമ്മൾ നിന്നത്. നമ്മൾ 3 പെൺകുട്ടികളും അവിടെയായിരുന്നു നിന്നത്. അപ്പൊ അയാൾ ജനലിന് മറിക്കണ്ടിട്ട് ഇതില്ലേ ഷീറ്റ് മേല് നമ്മളെ ഈ ബട്ടൺ ഹോള് ആക്കുന്ന മെഷീൻ ഇല്ലേ, അതിങ്ങനെ ആ ഷീറ്റിൽ മൊത്തം ഇങ്ങനെ ഹോളാക്കിയിട്ട് ജനലിന് ഒട്ടിച്ച്. അപ്പൊ നമ്മൾ ചോദിച്ചു അതെന്തിനാ അങ്ങനെ ഒട്ടിക്കുന്നേ, അത് ആരും കാണാണ്ടിരിക്കാനാ ഒട്ടിക്കുന്നത്. പക്ഷെ ഇയാള് നമ്മൾ കുളിക്കുന്നത് നോക്കണ്ടിട്ടാ അത് ഒട്ടിച്ച് വെച്ചത്. അപ്പൊ ഒരു ദിവസം അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. എന്റെ കൂടെയുള്ള കുട്ടി ഒരു 17 വയസ്സുള്ള കുട്ടിയായിരുന്നു. അപ്പൊ ആ കുട്ടി ഉച്ചക്ക് കുളിക്കുന്ന സമയത്ത് ഇയാള് മേളിലുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി കുളിക്കുമ്പോൾ അയാള് കണ്ടു. അങ്ങനെ ആ കുഞ്ഞിന് ഭയങ്കര ഡിപ്രഷൻ പോലെ ആയിപ്പോയി ആ സമയത്ത് എന്നിട്ട് അപ്പൊ നമ്മളെല്ലാം അയാൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അങ്ങ് ടെൻഷനായി, എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതായിപ്പോയി. അന്നേരം എല്ലാരും വീട്ടിൽ പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യ്, അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത്. അത് ചെന്നൈയിലാകുമ്പോൾ നമ്മളൊരു കേരളീയൻസ് ആകുമ്പോൾ അവരെപ്പോഴും പുറത്തുള്ള ആള് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് ഉണ്ടാവുക. പക്ഷെ എന്നാലും അവിടെയുള്ള പോലീസിലെ ആൾക്കാര് വന്ന് അത് നോക്കിയപ്പോ ഉള്ളതാന്ന് മനസ്സിലായി. അങ്ങനെ അയാളെ ജോലി അങ്ങ് പോക്കി. പക്ഷെ ആ കുട്ടിക്ക് കുറേ ദിവസം എടുത്തു ഇത് മാറാൻ. നമുക്കും അത് മാറാനുള്ള ഒരു ഭയങ്കര പേടിയായി പോയി. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അവിടുന്ന് ആ റൂം മാറി വേറെ സ്ഥലത്ത് പോയപ്പോഴാ ഒന്ന് റിലീഫ് ആയത്. അതാണ് നെഗറ്റീവ് ഇൻസിഡന്റ് അല്ലേ? അതെ. ഓക്കെ. അത് മാരേജിന് മുമ്പായിരുന്നോ? മാരേജിന് മുമ്പായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ഇഷ. പോയോ? എന്നെ തന്നെ അടിക്കും സാർ. ഓക്കെ. എൻ്റെ ഒരു ഓർമ്മയില് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവം നടക്കണം. അപ്പൊ കലോത്സവത്തിന്റെ സമയത്ത് നമ്മൾ റിഹേഴ്സല് കുറേ നാളുകൾക്ക് മുൻപ് തുടങ്ങുമല്ലോ. അപ്പം തിരുവാതിരയിലുണ്ടായിരുന്നു, ഒപ്പനയിലുണ്ടായിരുന്നു,
ഫോക്ക് ഡാൻസിലുണ്ടായിരുന്നു. ഇതിലെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സംഘഗാനം ഉണ്ടായിരുന്നു, ദേശഭക്തി ഗാനം. അതിലൊരു ദേശഭക്തി ഗാനം ഞാൻ എഴുതിയ പാട്ടാണ് അവര് ട്യൂൺ ചെയ്ത് സ്കൂളിലെ ടീച്ചർ ട്യൂൺ ചെയ്തിട്ട് പഠിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെ റിഹേഴ്സൽ നടന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കലോത്സവത്തിനോട് അടുപ്പിച്ച് ഏകദേശം ഒരാഴ്ചയായി കാണും. ഒരാഴ്ചത്തെ ഗ്യാപ്പുള്ള സമയത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പൈ കോളേജിൽ നിന്ന് ഒരു ടീച്ചർ വന്നു. ആ ടീച്ചറുടെ പേര് ഷൈനി എന്നാണ്. അപ്പോൾ ടീച്ചർ വന്നപ്പം ടീച്ചർ എൻ്റെ പഠിപ്പിക്കുന്ന സോഷ്യൽ സാറുടെ വൈഫാണ്. അപ്പോൾ അവരുടെ സാറിന്റെ റിക്വസ്റ്റ് കൊണ്ട് വന്നാണ്, കുട്ടികളെ ഒന്ന് നോക്കണം, അവർക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഈ ടീച്ചർ വന്നിട്ട് എല്ലാ പ്രോഗ്രാമുകളും നോക്കി. അപ്പോൾ എല്ലാ പ്രോഗ്രാമും ടീച്ചർക്ക് മുൻപിൽ ഓരോരുത്തരും ഓരോ പ്രോഗ്രാം കാണിച്ചു കൊടുത്തു. തിരുവാതിര അന്ന് ഞാൻ എഴുതിയ പാട്ടാണ് തിരുവാതിര. ഞാൻ നമ്മൾ തന്നെ ടോൺ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് ഫുൾ സ്റ്റെപ്പെല്ലാം എടുത്തിരുന്ന ഒരു തിരുവാതിരയായിരുന്നു. അപ്പം തിരുവാതിര എടുത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പം എല്ലാവരും ഉണ്ട്. അപ്പം പെട്ടെന്ന് ആ ടീച്ചർ പറഞ്ഞു നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തിയിട്ട് അതിൽ ഏറ്റവും ഹൈറ്റ് കുറവ് ഞാനായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ കുട്ടി ഇതിൽ നിന്നാൽ ചിലപ്പോൾ ജയിക്കില്ല, അപ്പോൾ കുട്ടിയെ മാറ്റുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും അതുപോലെ അതിനേക്കാളേറെ എനിക്കും ഒരുപാട് വിഷമമായി. കാരണം അത്രയും പ്രാക്ടീസ് ചെയ്ത് അത്രയും നന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോവുക എടുക്കുക. എൻ്റെ വീട്ടിൽ വെച്ചൊക്കെ പ്രാക്ടീസ് നടത്തും. സ്കൂളിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് വീട്. അപ്പം അങ്ങനെ രാപ്പകലില്ലാതെ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവര് ആ മിസ് വന്ന് പറഞ്ഞു അങ്ങനെ എന്നെ മാറ്റണമെന്ന്. ശരി, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ടീച്ചേഴ്സിനൊന്നും പറയാൻ പറ്റാതെ എല്ലാരും മിണ്ടാതെ നിന്നു. അപ്പൊ ഞാൻ പോയി. പിന്നെ 3 ദിവസം എന്നെ പ്രാക്ടീസിന് വിളിച്ചതോ ഒന്നുമില്ല, ഞാനും പോയതില്ല. അപ്പം സോഷ്യൽ ക്ലാസ് ഞാൻ ഇരിക്കുമ്പോൾ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ സോഷ്യൽ ക്ലാസ് ആണ്. സോഷ്യൽ സാർ എന്ന് പറയുന്നത് അരുൺകുമാർ എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഞാനുമായിട്ട് നല്ല കമ്പനിയാണ്, നല്ല ഫ്രണ്ട്സിനെ പോലെയാണ്. കാരണം വീട്ടിലൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ വരും. അവർക്ക് ഈ കരിഞ്ഞാലി വെള്ളമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നാണ് ചൂടാക്കി കൊണ്ടു കൊടുക്കുന്നത്, സ്റ്റാഫ് റൂമിൽ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ വെള്ളം കുടിക്കാൻ വരും. ചിലപ്പോൾ സ്കൂളിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് ടോയ്ലറ്റിൽ പോകാനൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത്രയും നല്ല അച്ഛനുമായിട്ടൊക്കെ നല്ല കൂട്ടുള്ള ഒരാളാണ്. അപ്പം സാറ് ക്ലാസ്സിൽ കയറി വന്നപ്പോൾ എനിക്ക് സാറിനോട് ഭയങ്കര ദേഷ്യം. എന്ന് വെച്ചാൽ സാറുടെ വൈഫാണ് എന്നെ മാറ്റിയത്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ എനിക്ക് അകാരണമായിട്ട് ആ സാറിനെ കാണുന്ന എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ. സാധാരണ സോഷ്യൽ സാറിന്റെ ക്ലാസ് കാത്തിരിക്കും, സാർ എന്നും ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ പഠിച്ചത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പൊ സാർ എന്നും ചോദിക്കുകയും ചെയ്യും, എന്നെ വിളിക്കുകയും ചെയ്യും ഉത്തരം പറയാൻ. അന്ന് എനിക്ക് സാറ് വന്നപ്പോ സാറിനെ എനിക്ക് ഫേസ് ചെയ്യാൻ ഒന്നും തോന്നില്ല. സാറിനെ കണ്ടപ്പോ തന്നെ ഞാൻ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു. അപ്പം സാറ് കുറെ നേരം ക്ലാസ് എടുത്തപ്പോഴും ഞാൻ തല നോക്കുക ഒന്നും ചെയ്തില്ല. അപ്പം സാർ എന്താ ജിഷ അവിടെ പോയിരിക്കുന്നത്, ജിഷയുടെ സീറ്റ് ഫ്രണ്ടിലല്ലേ? ഇല്ല സാർ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന്. അങ്ങനെ ഇരുന്ന് ക്ലാസ് തീരാറാവുമ്പോഴും സാറങ്ങനെ ശ്രദ്ധിച്ചു. പക്ഷെ സാറിനെ ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സാറ് ചോദിക്കുമ്പോഴും ഒരു ആൻസറും പറയില്ല. എല്ലാവരും കൂട്ടത്തിൽ അലറി പറയുമ്പോഴും ഞാനൊന്നും മിണ്ടാതെ ഇരുന്നയാളെ. അങ്ങനെ അവസാനം ക്ലാസ് തീരാറായപ്പോ സാറ് ചോദിച്ചു, ജിഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പം എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന സന്ധ്യ പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പം അവള് പറഞ്ഞു സാറേ എന്തായാലും ഷിനി മാഡം വന്നിട്ട് ജിഷയെ മാറ്റി തിരുവാതിര കളിയുന്നു. അപ്പം ജിഷയ്ക്ക് അത് സഹിക്കാൻ വയ്യ, നമുക്കും അത് സഹിക്കാൻ പറ്റൂല, അവളാണ് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട്, അപ്പൊ അവളില്ലാതെ നമ്മളെങ്ങനെ കളിക്കും എന്ന് പറഞ്ഞു. അപ്പം സാർ എന്നോട് പറഞ്ഞു അയ്യോ ജിഷ ഞാനത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ എന്താ പറയാ ഇറസ്പെക്റ്റീവ് ആയിട്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ക്ഷമയാണ്, എന്നെ വെട്ടിക്കൊല്ലാൻ വന്നാലും മിണ്ടാതെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അന്ന് ഞാൻ ഒരുപാട് ഷൗട്ട് ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്തൊരു വിഷമമായി തോന്നി. പക്ഷെ പിന്നീട് എന്നെ പ്രാക്ടീസിന് വിളിച്ചപ്പോൾ ഈ മാഡം അവിടെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, സംഘഗാനത്തിന്റെ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് അവരെ ഇഷ്ടമല്ലാത്തൊരു മൈൻഡിലേക്ക് ഞാൻ മാറി. എനിക്ക് അവരെ ഒരു ഇറിറ്റേഷനായി മാറി. ആ പ്രോഗ്രാം, ആ കലോത്സവം തീർന്ന് അന്ന് നമുക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു തിരുവാതിരയ്ക്ക്. അപ്പം അന്നും അതുവരെയും ഇവര് നമ്മുടെ കലോത്സവത്തിന് കൂടെ വരുമ്പോഴൊക്കെ ഈ ടീച്ചറെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ. എന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരാളെ എന്താ പറയാ റെസ്പെക്റ്റീവ് ആയിട്ട് കാണുന്നത്. ഇത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അത് അവസാനമായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. അതെന്തോ അറിയാതെ നമ്മുടെ കുഞ്ഞു മനസ്സിലുണ്ടാവുന്ന ചില മുറിവുകൾ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അന്ന് വലിയ മുറിവായിരുന്നു. ഇന്നത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നുന്നുണ്ട്. അതാണ് എനിക്ക് നെഗറ്റീവ് അല്ലേ? ഓക്കെ.
10ാം ക്ലാസ് പഠിക്കുന്നു അല്ലേ? അതെ അതെ. ഇനി ആരാണ്? ഒരാൾക്ക് നെഴ്സിനുണ്ട്. സഫിയ. എന്താ ടീച്ചറേ? സഫിയ എന്താ പറയുന്നത്? കൊറേ ഉണ്ട്, ഇപ്പൊ ഏതാ പറയണ്ടെന്ന് ആലോചിക്കാണ്. ഞാന് ഗൾഫിലുണ്ടാകുന്ന സമയത്ത് ചെറിയ കുട്ടി, ഒരു മോനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്താ, അവനിക്ക് 2 വയസ്സായിരുന്നു. ഞങ്ങള് ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിലെ ഫ്ലാറ്റിലായിരുന്നു. ഒറ്റ ഫ്ലാറ്റായിരുന്നു. അതിൽ ആരുമില്ല, അപ്പുറത്തെ വേറെ ആൾക്കാരൊന്നും ഇല്ല. താഴത്തൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഹസ്ബൻഡ് ഷോപ്പാണ്, ആള് പോവും. ഞാനും മോനും മാത്രമേ ഉണ്ടാവുള്ളൂ റൂമില്. അപ്പോ ഫ്രണ്ടിലത്തെ ഡോറ് എപ്പോഴും ലോക്കായിരിക്കും. ഞാനും ബാത്റൂമിന്റെ ഉള്ളിലേക്ക് പോയതും, ഇവന് ചെറിയതല്ലേ, എന്നെ ബാത്റൂമിന് ഉള്ളിന്ന് ലോക്കാക്കി. എനിക്ക് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരാനും പറ്റില്ല. അവനാണെങ്കിൽ അടുക്കളയില് ഗ്ലാസ് ഒക്കെ എന്തൊക്കെയോ കുപ്പിന്റെ പാത്രങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇത്രയും മുകളിലായതുകൊണ്ട് 1 മണിക്കൂറല്ല 3 മണിക്കൂറോളം ബാത്റൂമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഞാൻ. അവന്റെ അടുത്ത് തുറക്കാൻ പറയുമ്പോൾ തുറക്കാൻ അറിയില്ല. അവൻ അങ്ങോട്ട് തിരിക്കുക തുറക്കാനേ അറിയില്ല. മോനെ ആക്കെന്ന് പറയുമ്പോ അവനക്ക് എങ്ങനെ ചെയ്യേണ്ടെന്ന് അറിയില്ല. അവൻ കരയാണ് അവിടെ. പിന്നെ ഞാൻ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന്, ചൂടല്ലേ ഗൾഫില് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ, AC ഇല്ലാണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അതും ഏറ്റവും ടോപ്പത്തെ ഫ്ലാറ്റ് ആകുമ്പോ ഭയങ്കര ചൂട്. ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 2 ബക്കറ്റൊക്കെ അങ്ങനെ മുകളിൽ കയറ്റി വെച്ചിട്ട് ജനലിലൂടെ ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി താഴത്തേക്ക് നോക്കുക. അപ്പോ ഏതോ ഒരു ബംഗാളി പോണ്ടായിരുന്നു. എനിക്ക് ഹിന്ദി ഒന്നും അങ്ങനെ അറിയില്ല. എന്നാലും ഞാൻ ഏതൊക്കെയോ ഭാഷയിൽ പറഞ്ഞിട്ട് അവിടെ ഷോപ്പിലത്തെ ആളിനൊന്ന് ഇങ്ങോട്ട് വരാൻ പറയുമോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് വേർത്ത് മരിക്കണ പോലെയായി. കുട്ടിയാണെങ്കിൽ അവിടെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവനിക്ക് എന്നെ തുറക്കാനും കിട്ടില്ല. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവർക്കും ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. ഫ്രണ്ട് ഡോറും ലോക്കല്ലേ, ഈ ബാത്റൂമത്തെ ഡോറും ലോക്ക്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ലോക്ക് പോലെ ഉള്ളതല്ല, കീ വെച്ചിട്ട് ലോക്ക് ചെയ്യില്ലേ, അങ്ങനത്തെ ലോക്കാണ്. അങ്ങനെ അതിനുള്ളിൽ പെട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് എപ്പോഴും വരുന്ന പോലെ സാധാരണ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ മോളിൽ നിന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുക, ആരെങ്കിലും വരുന്നുണ്ടോ, എന്നെ രക്ഷപ്പെടുത്തുവോ. ആ സമയത്ത് കരഞ്ഞതിന് കയ്യും കണക്കില്ല. എന്നിട്ട് പിന്നെ അങ്ങനെ ആള് വന്ന്, ആൾക്കും പുറത്ത് നിൽക്കുകയാണ്, ആൾക്കും ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ സൗണ്ടിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പെട്ട് കിടക്കാണ്, മോനിക്കും തുറക്കാൻ കിട്ടുന്നില്ല, എനിക്കും തുറക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടേ ഇരിക്കണ. അപ്പൊ 3 ആളും 3 സ്ഥലത്ത്, ആള് ഡോറിന്റെ പുറത്ത്, മോന് ഉള്ളില്, ഞാനും ബാത്റൂമിന്റെ ഉള്ളില്. അപ്പൊ എങ്ങനെയും പുറത്തു വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. പിന്നെ എങ്ങനെയോ പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു മോനെ, അങ്ങോട്ട് തിരിച്ചു മോനെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയോ ഒരു പൊട്ട ഭാഗ്യത്തിന് ലോക്ക് തുറന്നു. അപ്പൊ വന്നതും ഞാന് കരഞ്ഞിട്ട് എന്താ ചെയ്തെന്ന് അറിയില്ല. അത്രയും വളരെയധികം വിഷമിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് തുറന്നു കൊടുത്ത്, അത് വളരെ എപ്പോഴും നെഗറ്റീവായിട്ട് ഓർക്കുന്ന ഒരു സംഭവമാണ്. എന്തൊക്കെ ഇൻസിഡൻസുകളാണല്ലോ എല്ലാവർക്കും. പറയാനാണെങ്കിൽ തീരില്ല മിസ്സേ, കൊറേ ഉണ്ട്. അനുപമ സച്ചിൻ ഉണ്ടോ? അനുപമ. തഫ്സിയ. തഫ്സിയ ഞാന് പറയൂ. ഒരു 1.5 കൊല്ലം മുമ്പുള്ള ഒരു കാര്യമാണ്. എൻ്റെ മോനെ കുറിച്ചാണ്. ഞാൻ മോളെ മദ്രസയിലാക്കാൻ പോകുമ്പോൾ അവൻ കുഞ്ഞാ, അപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പം ഞാൻ ഇവനെയും കൊണ്ടാണ് പോണത്. അപ്പോൾ ജംഗ്ഷനിൽ കൂടി പോകണം കുറച്ച് മദ്രസയിലാക്കാൻ വേണ്ടി. ഞാൻ ഒരു ദിവസം ഇതേപോലെ അവനെയും കൂട്ടി പോയി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഓപ്പോസിറ്റ് അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടു. അപ്പം ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായി അവൻ്റെ, പക്ഷെ അവൻ എൻ്റെ കൈ വെട്ടിച്ച് റോഡ് ക്രോസ് ചെയ്തപ്പോൾ അപ്പുറത്ത് ഒരു സൈഡ് വണ്ടികളൊന്നും ഉണ്ടായില്ല, പക്ഷെ അപ്പുറത്തെ സൈഡ് വന്നപ്പോൾ ഒരു ടെമ്പോ ആണ് വന്നത്. അത് ഇവൻ്റെ ഇടിച്ചു. ഞാൻ
ആ ടൈമിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു, എൻ്റെ മോനെ ഇനി എനിക്ക് കിട്ടുമോ, എന്തൊക്കെയാ എൻ്റെ മനസ്സിൽ കൂടിയെന്ന് അറിയില്ല. അവൻ ഇടിച്ചിട്ട് തെറിച്ച് വീണിട്ട് അവൻ്റെ കാലുമ്മ കൂടി അവൻ്റെ ആ ടയർ കയറിയത് ടെമ്പോ. അപ്പോൾ എൻ്റെ ഉപ്പയും ഉണ്ട് അവിടെ. ഉപ്പാക്കും അല്ലാണ്ട് ഉപ്പ 2 അറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാ. അപ്പം ഞാൻ ഉപ്പാനെയും ഉപ്പാക്കും ധൈര്യം കൊടുക്കണം, എൻ്റെ കൊച്ചിനെയും എനിക്ക് നോക്കണം. മൂത്ത ആളുണ്ട് എൻ്റെ കൂടെ, അവൾക്ക് 7 വയസ്സുള്ള ടൈമാണ്. അപ്പം ഞാൻ എന്നിട്ട് ഉപ്പിച്ചെടുത്ത് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, നീ നിൽക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ എടുക്കാൻ പോയിട്ട് എനിക്ക് പറ്റണില്ല, കണ്ടിട്ടപ്പോഴത്തേക്കും എടുക്കാൻ പറ്റണില്ല. പിന്നെ ആൾക്കാരെ കൂടിയാണ് എടുത്തത്. കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവനെ വേഗം ഉപ്പയും കൂടി വേറെ വണ്ടിയിലാണ് കൊണ്ടുപോയെ. ഞാൻ എന്നിട്ട് പുറകെ വേറൊരാളാണ് എന്നെയും കൊണ്ട് പോയത് ഹോസ്പിറ്റലിൽ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കാഷ്വാലിറ്റിയിൽ നിന്ന് ഡോറ് തുറന്നപ്പോൾ കേട്ടത് ഇവൻ്റെ കരച്ചിലാണ്. ഇവൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്കങ്ങോട്ട് സന്തോഷം എന്താണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ മോനിക്ക് ജീവൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാല് നല്ലോണം ഫ്രാക്ചർ ഉണ്ട്, തല മുട്ടൊക്കെ പൊട്ടി. അപ്പോൾ അവൻ കരയണ കേട്ടപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൻ്റെ പ്രഷർ കുറഞ്ഞു, അവൻ ഡൗൺ ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ പറ്റില്ല. ഞാൻ ഇവിടെ ആലുവ നജാത്തിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവരോട് പറഞ്ഞു ഇവിടെ പറ്റില്ല, വേറെ എവിടേക്കെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം ബോണിൻ്റെ ഇഞ്ചുറി ആയതുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെ ഇതിലൊരു ഹോസ്പിറ്റലിൽ പോകണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ ഡൗൺ ആയി തുടങ്ങി. ആളോക്കെ ആള് ഹലോ അവൻ ഓക്കെയാണ്. അവനൊരു 6 മാസത്തോളം അവൻ കിടന്നു. കാല് ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അവിടെ അവര് 24 മണിക്കൂർ പറഞ്ഞ ഇതിൽ നിന്ന് എൻ്റെ മോൻ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് തന്നെ. ആ ഒരു ഇൻസിഡന്റ് ഒരിക്കലും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടാണ് നമ്മുടെ മോനിക്കത് പറ്റിയതല്ലോ. ഇപ്പോഴും കുറുമ്പിനൊരു കുറവും ഇല്ല. എന്നാലും ഇല്ല, മോനിക്ക് എത്ര വയസ്സുണ്ട്? അവനിക്കിപ്പോ 5 വയസ്സ്. 3.25 വയസ്സിൽ സംഭവിച്ചതാ. ഇപ്പൊ അവൻ 5 വയസ്സ് കഴിഞ്ഞ 2023. സൈൻ ഔട്ട് ഉണ്ട്. Good afternoon all. I am Linju. Let me sing a Malayalam nursery rhyme. പഞ്ചവൻ കാട്ടിലെ കൊച്ചു തത്തേ, പഞ്ചവർണ്ണ കിളി പുന്തത്തേ, പുഞ്ചിരി തൂകി വരുമോ നീ, കൊഞ്ചി കൊഞ്ചി വരുമോ നീ. പഞ്ചവൻ കാട്ടിലെ കൊച്ചു തത്തേ, പഞ്ചവർണ്ണ കിളി പൂന്തത്തേ, പുഞ്ചിരി തൂകി വരുമോ നീ, കൊഞ്ചി കൊഞ്ചി വരുമോ നീ. പഞ്ചാമൃതം ഞാൻ നൽകിയിടാം, കൊഞ്ചി കൊഞ്ചി നുണച്ചിടാം. പഞ്ചാമൃതം ഞാൻ നൽകിയിടാം, കൊഞ്ചി കൊഞ്ചി നുണച്ചിടാം. ചാഞ്ചാടിക്കൊണ്ടോടി വരൂ പഞ്ചവർണ്ണ കിളി പൂന്തത്തേ, ചാഞ്ചാടിക്കൊണ്ടോടി വരൂ പഞ്ചവർണ്ണ കിളി പൂന്തത്തേ. പഞ്ചവൻ കാട്ടിലെ കൊച്ചു തത്തേ, പഞ്ചവർണ്ണ കിളി പൂന്തത്തേ, ചിരി തൂകി വരുമോ നീ,
കൊഞ്ചി കൊഞ്ചി വരുമോ. താങ്ക് യു ആതിര ടീച്ചർ. ഹാവ് എ വണ്ടർഫുൾ ഡേ. നല്ല പാട്ടാ. ഇതൊക്കെ ഒന്ന് പഠിച്ചു. ഇത് ഞാന് ട്രെയിനിങ്ങിന് പോയായിരുന്നേ. അപ്പൊ കുട്ടികൾക്ക് പാടിക്കൊടുത്തു. നല്ല രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു ടീച്ചറെ. നല്ല പീസ്ഫുൾ ആയിട്ട് അങ്ങ് പോയി. ഇത്ര നേരം ടെൻഷൻ അടിച്ചതിന് ഒരു റിലീഫ് പോലെയായി. റിലാക്സ് ആയി. മനസ്സിന്റെ ഒരു ഭാരം കുറച്ചു തന്നു. അതെ അതെ ശരിക്കും കിളി പറഞ്ഞു പോയല്ലേ മനസ്സിൽ. അതെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. ഏറ്റവും കൂടുതൽ ചിരിച്ചത് എന്റെ കാര്യം പറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ ചില്ലുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിരിച്ചത്. ഏറ്റവും കൂടുതൽ ചിരിച്ചത് എന്റെ കാര്യം പറഞ്ഞപ്പോൾ.